ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വരികയും അപ്പോസ്തലന്മാർക്ക് അമാനുഷികമായ ചില കഴിവുകൾ കൊടുക്കുകയും ചെയ്തു. അത് കണ്ട് ഓടിക്കൂടിയ ജനത്തോട് പത്രോസ് നൽകിയ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ജനങ്ങൾക്ക് ഇതെന്താണ് എന്നറിയണമായിരുന്നു. പത്രോസ് പറഞ്ഞു, ഇത് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ നൽകിയതാണ്. ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് ലഭിക്കും എന്നത് മാത്രമല്ല, അവർക്ക് പാപമോചനവും ലഭിക്കും എന്ന് പത്രോസ് പറഞ്ഞു. അപ്പോൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ: മാനസാന്തരപ്പെടണം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. 38-ാം വാക്യത്തിൽ അത് ഓരോരുത്തൻ ചെയ്യണമെന്നാണ് കാണുന്നത്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഓരോരുത്തർ ചെയ്യേണ്ടതാണ്. വ്യക്തിപരമായ ഒരു തീരുമാനം ആണ് അത്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും തന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുമെന്ന് പറയുന്നു. ദാനം എന്ന വാക്ക് ശ്രദ്ധിക്കുക. അത് നമ്മൾ വാങ്ങുന്നതല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തതിൻ്റെ കൂലിയായി ലഭിക്കുന്നതുമല്ല. കൊടുക്കുന്നയാൾ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നൽകുന്നതാണ്. പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ വേണ്ടി ശിഷ്യന്മാർ ഒന്നും ചെയ്തില്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ ലഭിക്കുന്ന ഈ ദാനവും അത് മുഖാന്തരമുള്ള അനുഗ്രഹവും 39-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇതിപ്പോൾ യഹൂദന്മാർക്ക് മാത്രമല്ല. ദൈവം വാഗ്ദത്തങ്ങൾ നൽകിയത് യഹൂദന്മാർക്കാണ്. പിതാക്കന്മാരുള്ളത് യഹൂദന്മാർക്കാണ്. അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹൂദന്മാർക്കാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന ഈ പെന്തിക്കോസ്ത് ദിവസം പത്രോസ് യഹൂദന്മാരോട് പറയുന്നത്, ഈ വാഗ്ദത്തം അതിനി നിങ്ങൾക്ക് മാത്രമല്ല, ദൂരസ്ഥന്മാരായവർക്കും, അതായത് യഹൂദന്മാരല്ലാത്തവർക്കും ഉള്ളതാണ് എന്ന് പറയുന്നു. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ ഒരു പ്രധാന തീം. ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന അനുഗ്രഹങ്ങൾ, അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തിരുന്ന അനുഗ്രഹങ്ങൾ ലോകത്തിലുള്ള എല്ലാ ജാതികൾക്കും ലഭിക്കുവാൻ പോകുന്നു. 40-ാം വാക്യത്തിൽ മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം 2-ാം അധ്യായത്തിൽ പത്രോസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടില്ല. ലൂക്കോസ് പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. താൻ പല പ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട്. 2-ാം അധ്യായത്തിലെ പ്രസംഗം തന്നെ 2ാമത്തെ പ്രസംഗമാണ്. ആദ്യത്തെ പ്രസംഗം താൻ എഴുന്നേറ്റ് നിന്ന് മറ്റ് ശിഷ്യന്മാരോട് പ്രസംഗിച്ചതായിട്ട് നമ്മൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഈ പ്രസംഗങ്ങളെല്ലാം മുഴുവനായും എഴുതിയിട്ടില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാകും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം മത്തായി സുവിശേഷത്തിൽ വളരെ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ലൂക്കോസ് എഴുതുന്നത് ചുരുക്കിയാണ്. അപ്പോൾ പല കാര്യങ്ങളും ചുരുക്കി എഴുതുന്നതിൽ ലൂക്കോസിന് പ്രാവീണ്യമുണ്ട്. തനിക്ക് ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് താൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പത്രോസ് ചെയ്ത പ്രസംഗം മുഴുവനും ലൂക്കോസ് എഴുതിയില്ല. പിന്നെ താൻ പറയുന്ന മറ്റൊരു കാര്യം, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അന്ന് ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ചാണ് പത്രോസ് പറഞ്ഞത്, ഈ വക്രതയുള്ള തലമുറ. ആ തലമുറയുടെ വക്രത എന്താണ് എന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവർ ചെയ്ത ഏറ്റവും വലിയ പാതകം ജീവനായകനെ, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കളഞ്ഞു എന്നാണ്. അത് അവർ ചെയ്തപ്പോൾ ജീവനായകനെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, കുലപാതകനായ ഒരുത്തനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അത് നമ്മൾ അടുത്ത അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ബറബാസ് എന്ന കുറ്റവാളിയെ ഞങ്ങൾക്ക് വിട്ടുതരണം, അവനെ സ്വതന്ത്രനായി വിടണം, ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് ദൈവത്തിൻ്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് കളയണം എന്ന് പറഞ്ഞ തലമുറയാണത്.
അപ്പോൾ തീർച്ചയായും അവർ ഇരുളിനെ സ്നേഹിച്ച ഒരു തലമുറയാണ്, പാപത്തെ സ്നേഹിച്ച ഒരു തലമുറയാണ്. അതിനെ നോക്കി പത്രോസ് പറയുന്നു, ഇത് വക്രതയുള്ള ഒരു തലമുറ. ഈ തലമുറയിൽ നിന്നും നിങ്ങൾ രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. നമുക്കറിയാം, സുവിശേഷം വിശ്വസിക്കുന്ന ഒരാൾ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടും. ആ ന്യായവിധി മരണശേഷം നിത്യനരകത്തിലേക്ക് പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. വരുവാൻ പോകുന്ന നാശം മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിലേക്ക് തിരിയുക, മാനസാന്തരപ്പെടുക, ഇതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം. എന്നാൽ പത്രോസ് ഈ ആളുകളോട് വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറയുമ്പോൾ മരണശേഷം അവർ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടും എന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. എങ്കിലും മറ്റൊരു കാര്യം കൂടെ നാം ഇവിടെ ഓർക്കണം. പത്രോസ് ഈ പ്രസംഗം നടത്തി ഏതാണ്ട് ഒരു 40 വർഷങ്ങൾക്ക് ശേഷം യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെടും. അവിടെ ഉള്ള യഹൂദന്മാരായ ആളുകളെ മുഴുവൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും റോമൻ ചക്രവർത്തി ചിതറിച്ചു കളയും. പാലസ്തീനിൽ ഒരു യഹൂദനും താമസിക്കുവാൻ അനുവാദം ഉണ്ടായിരിക്കുകയില്ല. ഇതൊക്കെ നമുക്കിപ്പോൾ അറിയാം, കാരണം നാം ചരിത്രം വായിച്ചിട്ടുണ്ട്. അതാണ് ചരിത്രം. AD 70 റോമൻ പട്ടാളക്കാർ യെരുശലേം ആക്രമിച്ച് കീഴടക്കി പട്ടണം നശിപ്പിച്ചു, ദേവാലയം നശിപ്പിച്ചു, യഹൂദന്മാരെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു. അപ്പോൾ അത്ര വലിയ ഒരു ദുരന്തം യഹൂദന്മാർക്ക് വരാൻ പോകുന്നു. അതിനു മുമ്പ് നിങ്ങൾ മിശിഹയെ വിശ്വസിച്ച് മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം എന്ന ഒരു സന്ദേശം കൂടി അതിലുണ്ട്. പക്ഷെ അത് എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. എങ്കിലും ആ തലമുറയിലുള്ളവരാണ് റോമൻ ഗവൺമെൻറ്റിൻ്റെ AD 70 ആക്രമണത്തിന് ഇരയായത്. അതുകൊണ്ട് ആ സന്ദേശം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതൊന്നായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർ നേരിടുവാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ചോദിക്കും, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദന്മാർക്ക് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷയുണ്ടായോ? ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസിൻ്റെ മരണം നാം അവിടെ വായിക്കുന്നു. അതിനുശേഷം ഉപദ്രവം ഉണ്ടായപ്പോൾ യെരുശലേമിലുണ്ടായിരുന്ന ശിഷ്യന്മാർ ചിതറിപ്പോയി. അവർ നാടുവിട്ടു പോയിരുന്നു. റോമൻ പട്ടാളക്കാർ യെരുശലേം ആക്രമിച്ചപ്പോൾ ക്രിസ്തീയ വിശ്വാസികളായിരുന്ന ബഹുഭൂരിപക്ഷം യഹൂദന്മാരും ആ പട്ടണം വിട്ടിരുന്നു. ദൈവം അവരെ രക്ഷിച്ചിരുന്നു. അപ്പോൾ വരാൻ പോകുന്ന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു സന്ദേശമാണ് സുവിശേഷ സന്ദേശം. അത് നിത്യതയിൽ വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് മാത്രമല്ല, ഈ ലോകത്ത് തന്നെ ഉണ്ടാകുവാൻ പോകുന്ന ചില ദുരന്തങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതാണ് എന്ന് പത്രോസിൻ്റെ ഈ സന്ദേശം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.